പ്രത്യേകിച്ച് അവിടെ പ്രതികൂലമായിട്ടുള്ളൊരു കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. മൂടൽ മഞ്ഞുണ്ട്, കനത്ത മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തേക്കുള്ള ഒരു ദൃശ്യപരത വലിയ തരത്തിൽ കുറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇവിടേക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് കാൽനടയായി മാത്രം സഞ്ചരിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ തകർന്ന നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇറാൻ അതിന്റെ ബന്ധപ്പെട്ട ടി വി പ്രശാന്ത്, ഇപ്പോൾ റോയിട്ടേഴ്സിന്റെ ഫീഡുകളിൽ ഹോപ്സ് ആർ ഫെയ്ഡിംഗ് എന്ന് തന്നെയാണ്. പ്രതീക്ഷയില്ല എന്ന തരത്തിലുള്ള സൂചനകൾ വരുന്നു. പ്രതീക്ഷയെ അസ്തമിക്കുകയാണ്. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും അദ്ദേഹത്തിന്റെ ഫോറിൻ മിനിസ്റ്ററും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് ഇരുവരും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്ഥലത്തിനരികിലേക്ക് രക്ഷാപ്രവർത്തക സംഘം എത്തിയിട്ടുണ്ട്. എത്തുന്ന സമയത്ത് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് ഹെലികോപ്റ്ററിന്റെ തകർന്നിരിക്കുന്ന ഭാഗങ്ങൾ മാത്രമല്ല ഐസ് കോൾഡ് ആണ് ആ പ്രദേശത്ത്. വലിയ മൂടൽമഞ്ഞുണ്ട്. കാലാവസ്ഥ അന്തരീക്ഷം ഒട്ടേറെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. രക്ഷാപ്രവർത്തനം 12 മണിക്കൂർ കഴിഞ്ഞിട്ട് പത്രം ഐസി കോൾഡിൽ പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഹെലികോപ്റ്ററാണ്. വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് രക്ഷപ്പെടാനുള്ള സാധ്യത നന്നേ വിരളമാണ് എന്നാണ് റോയിട്ടേഴ്സ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനിയൻ പ്രസിഡന്റ് ഫിയർ ഡെഡ് എന്നാണ് റോയിട്ടേഴ്സ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മളും ആ അർത്ഥത്തിൽ ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു എന്ന് ഇപ്പോൾ സംശയം തന്നെയായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്രാഹിം റൈസിയെ കുറിച്ച് പറഞ്ഞാൽ, ഇബ്രാഹിം റൈസി ഇറാന്റെ ആത്മീയാചാര്യനായ അയത്തുള്ള ഖൊമേനിയുടെ വിശ്വസ്തനാണ്. അന്തർദേശീയ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ ഫേസ് ജീവനോടെ ഇരിക്കാനുള്ള സാധ്യത വിരളമാണ് എന്നാണ്. ഇനി കൺഫർമേഷൻ വരേണ്ടതുണ്ട്. ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ സംശയിക്കുന്നത്. റോയിട്ടേഴ്സ് അടക്കമുള്ള ഏജൻസികൾ പറയുന്നത് എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുകയാണ്. 12 മണിക്കൂറായി തുടങ്ങിയ തിരച്ചിലാണ്. ആ തിരച്ചിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുമ്പോൾ അവശിഷ്ടങ്ങൾ മാത്രമാണ് കാണാൻ സാധിക്കുക. ഇറാൻ പ്രസിഡന്റ് ജീവനോടെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഇറാൻ പ്രസിഡന്റിനോടൊപ്പം വിദേശകാര്യമന്ത്രി കൂടി ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നു. ഇറാന്റെയും അസർബൈജാന്റെയും അതിർത്തി പ്രദേശത്തുണ്ടായിരുന്ന ഒരു ക്യൂസ് കലാസി എന്ന് പറയുന്ന അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം തിരിച്ചു മടങ്ങുകയാണ്. 3 ഹെലികോപ്റ്ററുകളിൽ ഈ സംഘം മടങ്ങുമ്പോൾ ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററാണ് ഉസി മേഖലയിൽ, ജോൾഫ് വനമേഖലയിൽ, ടെഹ്റാനിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ അകലെയുള്ള ഈസ്റ്റ് അസർബൈജാന്റെ പ്രദേശമായ ഈ ജോൾഫ് മേഖലയിൽ ഈ ഹെലികോപ്റ്റർ തകർന്നു വീഴുകയായിരുന്നു. ഹെലികോപ്റ്റർ തകർന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു എന്ന സൂചനയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ വാർത്താപ്പുലരിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. പ്രത്യേകിച്ച് മധ്യ ഏഷ്യയിലൊക്കെ വളരെ സങ്കീർണമായ സാഹചര്യം നിലവിലിരിക്കുമ്പോൾ പലസ്തീൻ്റെ ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന, ലെബനന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്ന ഇറാൻ പ്രസിഡന്റാണ്. ഇസ്രായേലിന്റെ കണ്ണിലെ കരടായിരുന്നു എന്നത് വ്യക്തമാണ്. മാത്രവുമല്ല 2015 ഇറാന്റെ ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ന്യൂക്ലിയർ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്തർദേശീയ സമൂഹം സാങ്ഷനുകൾ, ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ആ ഉപരോധങ്ങൾക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച്, പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചയാളാണ് ഇബ്രാഹിം റൈസി. അങ്ങനെ പാശ്ചാത്യ രാജ്യങ്ങൾക്കും അത്ര പ്രിയങ്കരനായിരുന്നില്ല ഇബ്രാഹിം റൈസി. ഒടുവിൽ ഉപരോധങ്ങൾ കാരണം തന്നെയാണ് ഇപ്പോൾ ഇബ്രാഹിം റൈസിയുടെ ജീവനെടുത്തതെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഉപരോധങ്ങൾ കാരണം ഹെലികോപ്റ്ററുകളോ അല്ലെങ്കിൽ വ്യോമയാന മേഖലയിലോ കാര്യമായ പരിഷ്കരണം വരുത്താൻ ഇറാന് സാധിച്ചിരുന്നില്ല. പഴകിയ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളുമാണ് ഇറാൻ ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു ഹെലികോപ്റ്റർ ആയിരിക്കാം ഒരുപക്ഷേ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി സഞ്ചരിക്കാൻ ഉപയോഗിച്ചത്. ആ ഹെലികോപ്റ്ററാണ് പ്രതികൂലമായ കാലാവസ്ഥയെ തുടർന്ന് ജോൾഫ് വനമേഖലയിൽ തകർന്നു വീണിരിക്കുന്നത്. ഇതിലേതെങ്കിലും തരത്തിലുള്ള അട്ടിമറി ഉണ്ടോ എന്ന കാര്യം ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. പ്രതികൂലമായ കാലാവസ്ഥയാണ്. ആ കാലാവസ്ഥയിൽ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയും ഒരുപക്ഷെ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോയിട്ടേഴ്സിന്റെ തലക്കെട്ടു തന്നെ ഇറാനിയൻ പ്രസിഡന്റ് റൈസി ഫിയർഡ് ഡെഡ് ആസ് എ ഹെലികോപ്റ്റർ റെക്കേജ് ഫൗണ്ട് എന്നാണ്. ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ഇറാൻ പ്രസിഡന്റിനെ ജീവനോടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. തിരച്ചിൽ ഇപ്പോഴും ആ പ്രദേശത്ത് തുടരുകയാണ്. കനത്ത മഴയും മൂടൽമഞ്ഞുമുണ്ട്. നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്താം അല്പസമയത്തിനുള്ളിൽ. കൂടുതൽ